ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലുലു മാളിലേക്ക് പോയപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ കണ്ടത് കേട്ടോ. ഇത് ആർട്ടിഫിഷ്യൽ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് അറിയത്തില്ല, പക്ഷേ ഇത് ആർട്ടിഫിഷ്യൽ ആണ്. നമുക്ക് ഹോം ഡെക്കർ ചെയ്യാൻ പറ്റിയ ഒരുപാട് ആർട്ടിഫിഷ്യൽ പോട്ടുകളും ഫ്ലവറുകളും ഗ്രാസുകളും എന്ത് പറയാ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ കണ്ടു. എല്ലാം അഫോർഡബിൾ പ്രൈസ് ആട്ടോ. 110 മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ 110 മുതലാണ് ഇതിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ്. 150 അടിപൊളിയായിട്ടുള്ള പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഡൈനിങ് ടേബിൾ ഡെക്കർ ചെയ്യാനും പിന്നെ ഷോക്കേസ് ഡെക്കർ ചെയ്യാനും ഒക്കെ ഇത് വളരെയധികം നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. നിങ്ങൾക്ക് ടി വി സ്റ്റാൻഡിലോ പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്കിപ്പോൾ എന്തായാലും ഒരു ഷോക്കേസുകളിലോ അല്ലെങ്കിൽ കുട്ടികളുടെ റൂമുകളിലോ എല്ലാവിടെയും വെക്കാം കേട്ടോ. ഇതൊക്കെ എങ്ങനെയുണ്ട് കാണാൻ? നന്നായിട്ടില്ലേ? ഇതിനൊക്കെ വന്നിട്ട് വെറും 120 രൂപ 130 രൂപ അങ്ങനെ ചെറിയ ചെറിയ വിലകളേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് ചെറുതായിട്ട് തോന്നി. ഇനിയിപ്പോൾ ഇതിലും വില കുറവായിട്ട് കിട്ടുന്ന വല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ഞങ്ങൾക്ക് അറിയിക്കണം കേട്ടോ. അതെ, ഇത് ചെറിയ പോട്ടുകളും ഉണ്ട്, നമുക്ക് കുറച്ചധികം വലിയ പോട്ടുകളും ഉണ്ട്. വലിയ പോട്ടുകളും കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിനൊക്കെ 2000 സംതിങ് വില വരുന്നുണ്ട്. 1000 എബോവ് ഉള്ളതും കുറേ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഈ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ വലിയ പ്ലാന്റ്സുകൾ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്, ചെറിയ പ്ലാന്റ്സുകളും കാണിച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ വിത്തുകളുണ്ട്, പിന്നെ ആർട്ടിഫിഷ്യൽ അല്ലാതെ നോർമൽ നമ്മൾക്ക് നഴ്സറി പോലത്തെ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മണ്ണൂത്തിന്ന് അവർ വന്നിരിക്കുന്നത്. ഇവർ ഐശ്വര്യ ഡെക്കർ എന്ന് പറഞ്ഞാൽ ഇവർ വന്നിരിക്കുന്നത് പാലക്കാട് മണപ്പുള്ളിക്കാവിൻ്റെ അടുത്തുള്ള, അല്ല മണപ്പുള്ളിക്കാവില്ല കേട്ടോ, നമ്മുടെ മഞ്ഞക്കുളം പള്ളിക്ക് അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാട്ടോ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കണ്ണിൽ ഉടക്കിയ കുറച്ച് നല്ല ഐറ്റംസ് മാത്രമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ റൈറ്റും ഇതൊക്കെ കാണിക്കുന്നത് കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. റോസ്, അതായത് ഒറിജിനലിനെ വെല്ലും അത്രയും ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട്. കുറേ അധികം ഫ്ലവേഴ്സ് എനിക്ക് ഇഷ്ടമായി. പക്ഷെ ഞങ്ങൾക്ക് എടുക്കേണ്ട ആ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല അല്ലേ. നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ഒരു ടൈമിൽ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണം എന്നുള്ളൊരു മൈൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് വന്നു എന്നുള്ളത് മാത്രമാണ്. ഇനി എന്തായാലും ഒരു ദിവസം പോയിട്ട് ഇതെല്ലാം പർച്ചേസ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. മാർച്ച് 2-ാം തീയതി വരെയാണ് കേട്ടോ ഇവരുടെ ഈ ഒരു എക്സിബിഷൻ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ പാലക്കാടുള്ള എല്ലാവരും പോകും. പാലക്കാടിന് പുറത്തുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പാലക്കാട്ടിലേക്ക് വരൂ, ലുലു മാളിലേക്ക് വരൂ. പ്രത്യേകിച്ച് എല്ലാ ലേഡീസിനും ഭയങ്കര ഇഷ്ടമാണല്ലേ ഹോം ഡെക്കർ എന്ന് പറയുമ്പോൾ. എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ് വീടിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കുക എന്നുള്ളത്. അത് ലേഡീസിൻ്റെ മാത്രമായിട്ടുള്ളൊരു എന്താ പറയുക ചോയ്സാണ്. അപ്പോൾ ആരും മിസ് ചെയ്യല്ലേ. ഇതൊക്കെ വളരെ റേറ്റ് കുറവാണ് കേട്ടോ. റേറ്റ് കുറവ് 250 ഒക്കെ ഉള്ളൂ ഈ ഒരു ബൊക്കെ പോലത്തെ ആ ഒരു സംഭവം. ഫ്ലവർ വേസിന് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇനി എന്തായാലും ഇടയിൽ ഒന്ന് പോയി ഫുള്ളായി പർച്ചേസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. നോക്കാം. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പൊടി പിടിക്കുമ്പോഴാണ് കേട്ടോ ഭയങ്കര ഒരു വിഷയം. അതായത് ആർട്ടിഫിഷ്യൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നമുക്കത് വെള്ളം നനച്ചു കൊടുക്കണ്ട, നമ്മളതിനെ ശ്രദ്ധിക്കേണ്ട, അതിനെ ശരിക്കും പരിപാലിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് പൊടി തട്ടി വിടണം. പക്ഷെ ഈ പൊടി തട്ടുക എന്നുള്ളത് ഈ ഫ്ലവറിൻ്റെ ഒക്കെ ഉള്ളിലേക്ക് പൊടി കയറുന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളപ്പോൾ ചെയ്യാറ് ഇവിടെ വാക്കിംഗ് ക്ലീനർ വെച്ച് വലിക്കാതെ ചെയ്യാറ്. പക്ഷെ വലിച്ചു കഴിഞ്ഞാൽ ഒന്നായിട്ട് അതിൻ്റെ ഫ്ലവർ ഉള്ളിലേക്ക് പോകും. അത് നിങ്ങൾ ആരെങ്കിലും അതിന് നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ പറയൂട്ടോ, എങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങളെങ്കിലും വീട്ടിലേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് എന്താ പറയുക, ഒന്ന് കമൻറ്റ് വഴി അറിയിക്കും കേട്ടോ. പിന്നെ നമ്മളാണെങ്കിൽ ചെറിയ ബ്രഷ് ഇല്ലേ, നമ്മൾ പെയിൻറ്റിങ് ഒക്കെ യൂസ് ചെയ്യണ ബ്രഷ് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെറിയതായിട്ട് പൊടിയൊക്കെ തട്ടിയിട്ട് വൃത്തിയാക്കുന്നത്. എങ്കിലും ഇങ്ങനെ കുറേ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ്സ് അധികം നമ്മൾ യൂസ് ചെയ്യാറില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ വലിയ വലിയ പോട്ടായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ്. ഈ പോമിഗ്രാനറ്റ് പോലെയുള്ള ഒരു തണ്ടിനാട്ടോ 110 രൂപ. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലവർ വൈസിന് വേണ്ടിയിട്ട് ഒരു 350 രൂപ റേറ്റ് പറഞ്ഞവർ. അതിലൊരു 4 കിടക്കുന്നുണ്ട്. ഈ 4 440 രൂപയും പിന്നെ ഒരു 350 രൂപയും കൂടെ വേറെ വരും കേട്ടോ. പിന്നെ കണ്ടില്ല, ഇത്രയും വലിപ്പമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ നമ്മൾ സിറ്റ് ഔട്ടിലേക്കൊക്കെ വെക്കാൻ പറ്റിയ പോലത്തെ. പിന്നെ നമുക്ക് സ്റ്റെയർ കയറി പോകുമ്പോൾ അതിൻ്റെ ഒരു നമുക്ക് നടന്നു പോകുന്ന സ്ഥലമില്ലേ, സ്റ്റെയർ കേസിൽ വെക്കാനായിട്ട് ബാംബു ട്രീസ്, അങ്ങനത്തെ കുറേ, അതായത് ഇതെല്ലാം ഒറിജിനൽ പോലെയാണ് തോന്നുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ എന്തായാലും അത് ഒറിജിനൽ ആണെന്ന് തോന്നിപ്പോകും. അത്രയും ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മളൊക്കെ തൊട്ട് നോക്കിയാൽ മാത്രമേ അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾക്ക് സത്യം പറഞ്ഞാൽ അത് ഇതാകുള്ളൂ, ഫീൽ ചെയ്യുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ കുറച്ച് ദൂരത്തൊക്കെ ആണെങ്കിൽ ശരിക്കും ഒറിജിനലി വെല്ലും. പിന്നെ ഒരിക്കലും വാടത്തില്ല, വെള്ളം ഒഴിക്കണ്ട. ഈ ഒരു പൊടിൻ്റെ ഒരു ഡസ്റ്റിൻ്റെ വിഷയം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഓക്കെയാണ്. ഡസ്റ്റ് മാത്രമാണ് ഇതിൻ്റെ മെയിൻ പ്രോബ്ലം. അപ്പോൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ അധികം അല്ലേ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വെക്കാൻ പറ്റും. ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും പോയി പർച്ചേസ് ചെയ്യൂ.
ഇഷ്ടമുള്ളവർ എല്ലാവരും പോയിട്ട് പർച്ചേസ് ചെയ്യൂ കേട്ടോ. എല്ലാവരും പർച്ചേസ് ചെയ്യുന്ന പറഞ്ഞാൽ നടക്കില്ലല്ലോ. ആവശ്യമുള്ളവരെല്ലാവരും പോവൂ, നോക്കൂ, ഇഷ്ടമായാൽ പർച്ചേസ് ചെയ്യൂ. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായി, അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്ത് പോകണ്ട. ഇത് കൂടാതെ നാച്ചുറൽ ഈ ഫ്ലവർ എല്ലാം നാച്ചുറലായിട്ട് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ വിത്തുകൾ ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ അവര് എന്താ പറയാ സെയിൽ ചെയ്യുന്നുണ്ട്. എല്ലാ വിത്തുകളും ഉണ്ട് കേട്ടോ, എല്ലാ തരം. ഇതാ നിങ്ങൾ കണ്ടോളൂ, വിത്തുകളാണ് അടുത്തത് വരാൻ പോകുന്നത്. അടുത്ത് വരാൻ പോകുന്നതാണ് വിത്തുകളുടെ ലോകം. എല്ലാ വിത്തുകളും ഒരുപാട് തരം സീഡ്സ് ഉണ്ട് കേട്ടോ. കാരണം കുറെ സൂര്യകാന്തിന്റെ, പിന്നെ ലോട്ടസിന്റെ, അങ്ങനെ കുറെ അധികം ഡാലിയ, ഇതൊക്കെയാണ് നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ കുറെ അധികം സീഡ്സ്. വീഡിയോ ഒരുപാട് ലോങ് ആണ്ടാന്ന് കരുതിയിട്ടാട്ടോ ഞങ്ങളത് കറക്റ്റായിട്ട് കുറച്ച് എന്താ പറയുക സ്പീഡാക്കിയത്. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നിർത്തി കാണിച്ചു തരാമായിരുന്നു. ആരെങ്കിലും ഇതിന്റെ എന്താ പറയാ പേരുകൾ കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് വഴി അറിയിക്കൂ. ഞങ്ങളത് വളരെ സ്ലോ ആയിട്ട് നിങ്ങൾക്കത് കാണുന്ന പോലെ, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നത് പോലെ ഞങ്ങളത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതും ഈ പറഞ്ഞ പോലെ അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് കേട്ടോ, വലിയ പ്രൈസും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇത് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ മേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ട് ഒരു മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ചെറിയ ചെറിയ പോട്ടിലല്ലാതെ കുറച്ച് വലിയ പോട്ടിൽ വെക്കൂ. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് അത് എടുത്ത് മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ല. എല്ലാവരും ചെറിയ പോട്ടിൽ വെക്കും, പിന്നെ അത് വലുതാകുമ്പോൾ പോട്ട് ചെറുതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ പോട്ടിലേക്ക് മാറ്റും. നമ്മളതിൻ്റെ വേരുകൾ എടുക്കാൻ ശരിക്കും നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടാറില്ല. അപ്പോൾ അത് നശിച്ചു പോകാറുണ്ട്. അങ്ങനെയാണ് നശിച്ചു പോകാറ് പതിവ്. അപ്പോൾ എല്ലാവരും വെക്കുമ്പോൾ തന്നെ എത്രയും അത്യാവശ്യം വലിയ പോട്ടിൽ വെക്കും. അപ്പോൾ നിങ്ങൾക്കത് നശിച്ചു പോകാതെ തന്നെ അതേപോലെ തന്നെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നതായിരിക്കും. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ ഇതൊന്നും ഞങ്ങൾ വെച്ചിട്ടില്ല. ഇനി കുറേ അധികം എന്താ പറയുക ഗാർഡൻ ശരിക്കും സെറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ആ ഗ്രാസ് സെറ്റ് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി പോട്ടിൽ മാത്രമേ നമുക്ക് ഇനിയിപ്പോൾ ഗാർഡൻ പ്ലാന്റ്സ് ഒക്കെ നടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഇത് പോട്ട്സിൽ തന്നെ ഇത് സെറ്റ് ചെയ്യാൻ നോക്കൂ. കാരണം ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒലിച്ചു പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ സീഡൊക്കെ നമ്മൾ കുത്തിയിടുമ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ അത് ഒലിച്ചു പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിച്ച ഏരിയയിൽ നമുക്ക് ആ സംഭവം കിട്ടില്ല. ഒലിച്ചു പോയി കഴിഞ്ഞാൽ ആ എന്താ പറയുക ആ ഭാഗത്തേ വരുള്ളൂ. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സീഡ്സ് ഒക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ടില്ലേ, എല്ലാത്തിന്റെയും. ഇപ്പൊ വെജിറ്റബിൾസ് ആയിക്കോട്ടെ, വെജിറ്റബിൾസും ഉണ്ട് കേട്ടോ. അതിന്റെ ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് മാത്രമല്ല വെജിറ്റബിൾസും ഉണ്ട്. തണ്ണിമത്തന്റെ കണ്ടു ഞങ്ങള്, വാട്ടർമെലന്റെ കണ്ടു, പിന്നെ കാബേജ് കണ്ടു, ക്യാരറ്റ്, അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ വിത്തുകളും, വെറൈറ്റീസ് ഓഫ് മറ്റേ സ്പിനാച്ച്. പിന്നെ ഇതാണ് നമ്മുടെ അടുത്തതായിട്ട് കാണുന്നതാണ്, ഇതാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ്സ്. അതെ അതെ, ഇത് ബോഗൻ വില്ലയാണ് കേട്ടോ. ബോഗൻ വില്ല 2 100 രൂപയ്ക്കൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും കുറെ ഐറ്റംസ് 2 100 രൂപയുള്ളൂ കേട്ടോ. അതായത് പോട്ടടക്കം 2 100 രൂപയുള്ളൂ കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾക്ക് മാറ്റി സ്ഥാപിക്കാം. അല്ലെങ്കിൽ ആ പോട്ടിൽ തന്നെ, ആ പോട്ട് പോരാ കേട്ടോ, കുറച്ച് വലിയ പോട്ട് എന്തായാലും വേണം. ചെറിയ പോട്ടാണത് ഒരുപാട്. ഇതൊക്കെ ജമന്തിയാണ് കേട്ടോ, ജമന്തി, വൈറ്റ് ജമന്തിയാണിത്. കുറെ അധികം വെറൈറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബോഗൻ വില്ലിന്റെ കുറെ കളർഫുൾ ആയിട്ടുള്ള പൂക്കളായിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ഓടിച്ചെടുത്തതാണ് കേട്ടോ, വീഡിയോ ഒന്ന് ഓടിച്ചെടുത്തതാണ്. നല്ല പോലെ വെയിൽ ചുട്ടു പൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ജമന്തി, ചെണ്ടുമല്ലി, അങ്ങനത്തെ ഐറ്റംസ് ആണ്. വളരെയധികം മനോഹരമായിട്ടുണ്ട് കാണാനായിട്ട്. നമ്മള് കയറിപ്പോകുന്ന കാർ പാർക്കിങ്ങിൽ തന്നെയാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മറ്റേത് മാത്രം ആർട്ടിഫിഷ്യൽ ആണ് ഉള്ളിലുള്ളത്, നാച്ചുറൽ ആയിട്ടുള്ളത് പുറത്ത് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ഇന്നലെ ഞങ്ങൾ പോകുമ്പോൾ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് ലോഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് പേര് വാങ്ങിയിട്ട് പോകുന്നുണ്ട്. അതായത് പ്രൈസും ഈ പറഞ്ഞ പോലെ മണ്ണൂത്തി എന്ന് വരുന്ന സാധനം ആയതുകൊണ്ട് അധികം വലിയ വിലയായിട്ട് എനിക്ക് തോന്നിയില്ല. ഭയങ്കര അഫോർഡബിൾ പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതായത് വലിയ മരങ്ങളായിട്ട് ഇപ്പോൾ ചാമ്പ, പിന്നെ നെല്ലിക്ക, പിന്നെ ആണെങ്കിൽ റംബൂട്ടാൻ, അങ്ങനത്തെ കുറേ വലിയ വൃക്ഷങ്ങളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്യൂ, വാങ്ങൂ. പിന്നെ ഡിവി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു തണല് പോലെ വരുന്നൊരു സംഭവം ഉണ്ടോ. തണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു കുട പോലെ ഉണ്ടാവും. ആ മരം ശരിക്കും നമ്മൾ പരിപാലിക്കേണ്ട പോലെ പരിപാലിച്ചാൽ കൊമ്പുകളെല്ലാം ചില്ലകളെല്ലാം വരുന്നത് അപ്പോൾ വെട്ടി വിട്ട് കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു നമ്മുടെ വീടിൻ്റെ ഒരു കുട പോലെ ഫീൽ ചെയ്യുന്നൊരു ഇതുണ്ട് കേട്ടോ, ഡിവി എന്ന് പറഞ്ഞിട്ട്. അതും ഇവിടെ കാണാൻ കഴിഞ്ഞു കേട്ടോ. ഒരുപാട് പിന്നെ എന്താ പറയുക, നിങ്ങൾ പെട്ടെന്ന് പോകൂ. എന്തായാലും ഇത് നിങ്ങൾ മാർച്ച് 2 തീയതി വരെ വെയിറ്റ് ചെയ്യേണ്ട. എന്ന് വെച്ചാൽ അത്യാവശ്യം ആൾക്കാർ ഇത് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യലിനെ കാട്ടി പർച്ചേസ് ചെയ്യുന്നത് നാച്ചുറലാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പോകൂ. എന്താ പറയാ, ആവശ്യമുള്ളവരെല്ലാവരും പോകൂ, പെട്ടെന്ന് എടുത്തു. കണ്ടില്ലേ, ഇതൊക്കെ കുഞ്ഞായിട്ടുള്ള നല്ല ഭംഗിയുള്ള കുഞ്ഞു പൂക്കളായിട്ടുള്ള ചെടിയാണ്. അപ്പം എല്ലാവരും ഇതൊക്കെ നമുക്ക് പുറമെ
ഗാർഡൻ സെറ്റ് ചെയ്യാൻ, അതായത് മതിലിൻ്റെ പുറത്ത് ഒക്കെ സെറ്റ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. നല്ല വ്യൂ ഉണ്ടാവും കാണാൻ. ഞാനും ഐഷും കൂടി ഒരു ഭാഗത്ത് ഇന്നാൾ പോയപ്പോൾ ഐഷു ഒരു ചെടി കാണിച്ചു തന്നിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഇതുപോലത്തെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു ഡോക്ടറിൻ്റെ വീടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഐഷുവിൻ്റെ പറഞ്ഞു നമുക്ക് ഇൻഷാല്ലാ നമുക്ക് പോവാം, നമുക്ക് വാങ്ങിക്കാം, മണ്ണൂത്തി പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ മണ്ണൂത്തി ഞങ്ങൾ പോയി കുറേയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അതൊക്കെ ഞങ്ങൾ വെച്ച് ഏകദേശം സെറ്റായി, പനിയും കാര്യങ്ങളൊക്കെ വെച്ചൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒന്നുകൂടി വീട് ഒരുക്കാനുണ്ട്. അതായത് വീടിൻ്റെ മുറ്റം ഒരുക്കാൻ കണ്ടില്ലേ. ഇതൊക്കെ തെച്ചിയാണ് കേട്ടോ. തെച്ചിൻ്റെ വെറൈറ്റീസ് ഓരോ തരം ബ്രീഡാണിത്. തെച്ചിൻ്റെ തന്നെ ഓരോ പിങ്ക് കളറ്, പിന്നെ ആണെങ്കിൽ ഡാർക്ക് റെഡ്, അങ്ങനത്തെ കുറേ അധികം വെറൈറ്റീസ് ഉണ്ട്. പിന്നെ പ്ലാവ്, പിന്നെ മാവ്, അങ്ങനെ കുറേ ഉണ്ട്. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ച് വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നല്ലപോലെ വെയിലുണ്ട് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ കറിവേപ്പില അടക്കം ഉണ്ട് ഇവിടെ. കറിവേപ്പില അടക്കം നമുക്ക് വാങ്ങാൻ കഴിയും. അത്രയും അടിപൊളിയായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പോയി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും പർച്ചേസ് ചെയ്യൂ. അതെ, മാവുകളും പ്ലാവുകളും പിന്നെ ഗാർഡനും, അങ്ങനെ ഒരുപാട് വൈവിധ്യമാർന്ന കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, ഇതെല്ലാവർക്കും ആഗ്രഹമാണ് കേട്ടോ. എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരുടെയും വീട്ടിൽ സ്വന്തം വീട്ടിലൊരു മാങ്ങ ഉണ്ടാവുക, സ്വന്തം വീട്ടിലൊരു ചക്ക ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഒരു ആഗ്രഹമുള്ള കാര്യമാണ്. ഞങ്ങളുടെ വീട്ടിൽ പേരയ്ക്ക അത്യാവശ്യം കുഴപ്പമില്ല, പിന്നെ മാങ്ങ സെറ്റായി വരുന്നതേ ഉള്ളൂ, തെങ്ങ് സെറ്റായി വരുന്നതേ ഉള്ളൂ, പന 2 അടിപൊളിയായി. ഇവിടെ പനയുണ്ട് കേട്ടോ, പനയുണ്ട്. കുറച്ചധികം ബാംബു, അതായത് ഡെക്കറേഷന് യൂസ് ചെയ്യാൻ പറ്റിയ ബാംബു ട്രീ ഇല്ലേ, ബാംബു ട്രീ എന്ന് പറയാൻ പറ്റില്ല, ബാംബുവിൻ്റെ ആ ഒരു ബാംബു പ്ലാന്റ് നമുക്ക് ഇങ്ങനെ സൈഡിലൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. യെല്ലോ കളർ ബാംബു എന്നൊക്കെ പറയില്ലേ, അത് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ മാവാണ്. ഞങ്ങൾക്ക് പറ്റുന്നതൊക്കെ ഞങ്ങൾ റേറ്റ് ഇട്ടിട്ടുണ്ട്. എങ്ങനെ റേറ്റ് ജാസ്തിയാണോ കമ്മിയാണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് വഴി അറിയിക്കും കേട്ടോ. കമൻറ്റ് വഴി നിങ്ങൾ എല്ലാവരും കമൻറ്റ് ഇടും, ഇത് ജാസ്തിയാണ് അല്ലെങ്കിൽ കൂടുതലാണ് അല്ലെങ്കിൽ കമ്മിയാണെന്നുള്ളൊരു കമൻറ്റ് വഴി അറിയിക്കും കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോസിൽ കാണുമ്പോൾ കുറച്ച് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന പോലെയാണ് ഐഷു വീഡിയോ എടുത്തിരിക്കുന്നത്. ഐഷു കുടംപുളിയാണ്, കുടംപുളിക്ക് 100 രൂപയാണുള്ളത്, കുടംപുളിൻ്റെ ആ ഒരു തൈ. അപ്പോൾ കുറച്ചധികം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ നമുക്ക് കൂടുതൽ നിൽക്കാനുള്ള ഒരു ടൈം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിത് പർച്ചേസ് ചെയ്യാത്തത്. പിന്നെയാണെങ്കിൽ ഒന്ന് മണ്ണൂത്തി പോവാന്ന് പറഞ്ഞിട്ട് കുറേ കാലമായി നമുക്ക് പോകാൻ പറ്റണമില്ല. ഇപ്പോൾ മോളുടെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വേണം മണ്ണൂത്തിലേക്ക് പോയിട്ട് പ്ലാൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് കൊണ്ടുവരാനുള്ള ഒരു ഇൻസ്പിറേഷനാണ് നിങ്ങളുടെ സപ്പോർട്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ. സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഇതെല്ലാം വലിയ വലിയ ട്രീസ് ആണ് കേട്ടോ. ഇതൊക്കെ വലിയ വലിയ വെറൈറ്റീസ് ഓഫ് ചാമ്പ, പിന്നെ നെല്ലിക്ക, അങ്ങനത്തെ പ്ലാവ്, റംബൂട്ടാൻ വരെ ഉണ്ട് കേട്ടോ. റംബൂട്ടാനൊക്കെ 1000 റുപ്പീസാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഞങ്ങളിങ്ങനെ പുറത്തു പോകുന്നതും ഞങ്ങളുടെ കണ്ണിൽ കാണുന്നതും ഞങ്ങൾക്ക് ഇഷ്ടമായതുമായ കണ്ണിന് ഇമ്പമാറുന്ന മനസ്സിന് കുളിരേകുന്ന ഒരുപാട് വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ തീർച്ചയായിട്ടും എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അബു ഐഷു ഷോർട്സ്.